ഹായ് മൈ ഡിയർ ഓൾ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഉണ്ടാക്കുന്നതിനൊപ്പം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയും കൂടി കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 മീഡിയം സൈസ് തേങ്ങ ചിരകിയത്, കായം ഒരു വലിയ കഷ്ണം കുത്തിപ്പൊട്ടിച്ചത്, 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 20 വറ്റൽമുളക്, 1 കപ്പ് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, പിന്നെ ഉപ്പ് പാകത്തിന്. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇത് എൻ്റെ രീതിയിൽ, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള സമ്മന്തിപ്പൊടിയാണ് കേട്ടോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ, ആദ്യം ഈ നാളികേരം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പും ശർക്കരപ്പൊടിയും ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് അതിൻ്റെ അകത്തിടും. എന്നിട്ട് ഒരുമിച്ച് മൂപ്പിക്കും. എണ്ണ ഒട്ടും ചേർക്കരുത് കേട്ടോ. കാരണം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഈ നാളികേരത്തിൽ തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ട്. അതുകൊണ്ട് വേറെ എണ്ണയുടെ ആവശ്യമില്ല. അതുപോലെ ഈ കടലപ്പരിപ്പ് ഓപ്ഷണലാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ചേർക്കണത്. അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഈ മല്ലിയുടെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. 1 സ്പൂണ് മല്ലിയും കൂടി വേണം. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ മൂപ്പിച്ചെടുക്കാൻ. ഒട്ടും കരിയരുത്. കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. അപ്പോൾ ഇതിങ്ങനെ മൂപ്പിച്ച് വരുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറിയും കൂടിയിട്ട് അതിൻ്റെ കൂടെ കേൾക്കാം കേട്ടോ. തേങ്ങാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു പൊല്ലാപ്പ് പിടിച്ച കഥയാണ് കേട്ടോ ഇത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു ഷോപ്പ് തുടങ്ങിയതിനെ പറ്റി. ഈ കഥയും അതിനോട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ ഒരിക്കൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി കടയിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ചെയ്യണത്. വലിയ തോതിലൊന്നും ഉണ്ടാക്കില്ല, കുറച്ചുണ്ടാക്കും. ഒരു 3-4 നാളികേരം കൊണ്ട് എന്തുകൊണ്ട് വെച്ചാലും അപ്പം തീരും. അതാണ് കഥ. അങ്ങനെ ഒരു ലേഡി കസ്റ്റമർ ഒരു ദിവസം വന്ന് ഒരു 1/2 കിലോ ബാക്കി ഉണ്ടായിരുന്നത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒരു ഫോണ്, കടയിൽ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് 1 കിലോ സമ്മന്തിപ്പൊടി വേണോ അത്രേ. എനിക്കാണെങ്കിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യമല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവൻ പറഞ്ഞു, ഹോം മെയ്ഡ് ഇല്ല, ഇത് ബ്രാൻഡഡ് കമ്പനീസിൻ്റെ നല്ല സമ്മന്തിപ്പൊടികളുണ്ട്, നിങ്ങളത് മേടിച്ചോളൂ, നല്ലതാണെന്ന്. അപ്പോൾ അവർക്ക് ഒരേ വാശിയില്ല, വീട്ടിലുണ്ടാക്കിയത് തന്നെ വേണമെന്ന്. കഴിഞ്ഞ തവണ വാങ്ങിയിട്ട് അവരുടെ മോൻ ഹോസ്റ്റലിൽ എവിടെ താമസിക്കണമെന്ന് തോന്നുന്നുണ്ട്. അവന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് അവൻ കൊടുത്തിരുന്നത് അത്രേ. അപ്പോൾ ഇത്തവണ അവൻ വന്നിട്ടുണ്ട്, പിറ്റേ ദിവസം പോവുകയാണ്. അതുകൊണ്ട് അവർക്കത് കിട്ടിയേ മതിയാവുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ പ്രാവശ്യം നിങ്ങൾ ക്ഷമിക്കുക. അവർ വിടാൻ തയ്യാറല്ല. അവരെൻ്റെ നമ്പർ അവൻ്റെ നിന്ന് മേടിച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്തു. അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തേ മതിയാവുള്ളൂ എന്നുള്ള രീതിയിൽ അവർ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പറഞ്ഞു. ഒരുപാട് നേരം സംസാരിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കേട്ടിട്ട് ചോദിച്ചു, ആരാ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, അത് ഇങ്ങനെ ഒരു കസ്റ്റമറാണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യം എന്ന്. എൻ്റെ ചമ്മന്തിപ്പൊടിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവർ അതിനെ വേണം പറഞ്ഞ് ശടിക്കണേ. പറ്റിയെങ്കിൽ കുറച്ച് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ പറഞ്ഞു. അപ്പോഴത്തെ അവസ്ഥ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഞാൻ റെസിപ്പി അയച്ചു തരാം, അതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക, ഏതായാലും ഒരു മലയാളിയല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണ്, ഞാനിതൊന്നും ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ ആയി അവർ. അവസാനം എന്താ പറയണ വെച്ചാൽ, ഞാനൊരു 2 നാളികേരം എടുത്ത് ചരുവി സമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി, പിന്നെ രാവിലെ നേരത്തെ വന്ന് അവർ കടയിൽ വന്ന് ആ സാധനം അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോയി. ഓരോരുത്തരുടെ കാര്യേ. അവർ ചോദിക്കിയിരുന്നു, ആദ്യം എന്തിനാണ് നിങ്ങൾ ഷോപ്പിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയത്, അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ ചോദിക്കേണ്ടി വന്നതെന്ന്. ഈ സ്റ്റേജിൽ ഉപ്പും ശർക്കരപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇത് ഇളക്കി മൊരിയണ വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അടിയിൽ പിടിക്കാതെ നോക്കണം. ചെറിയ തീയിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് ഇത് താഴത്തേക്ക് ഇറക്കി വെക്കണം കേട്ടോ. അത് ആയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ആയി കഴിയാറായി. ഇനി നമുക്കിത് പതുക്കെ സ്റ്റൗവിൻ്റെ മേലെ നിന്നെടുത്ത് താഴേക്ക് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നല്ലപോലെ ആറിയതിന് ശേഷം
പൊടിച്ചെടുക്കാം. ഇത്രയും നേരം എൻ്റെ കഥ ക്ഷമയോടുകൂടി കേട്ട നിങ്ങൾക്ക് താങ്ക്സ് കേട്ടോ.